ഗിരേട്ടാ, ഡ്യൂട്ടി കഴിഞ്ഞോ? ആ ഞാൻ വീട്ടിലെത്തി. ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഞങ്ങൾ ഇന്ന് ദർശനമെല്ലാം കഴിഞ്ഞ് വിശ്രമിക്കാനുള്ള പരിപാടിയാ. നല്ല ഭക്ഷണമൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, ഞാൻ വർഷങ്ങളായിട്ട് വരുന്നതല്ലേ. നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖ. ആ, കുഞ്ഞാറ്റ വന്നിരുന്നല്ലേ? ആ വന്നിരുന്നു. ആ, എന്നെ അമ്മ വിളിച്ച് പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞേ? കുഞ്ഞാറ്റയല്ലേ ആള്, ഏഷണി കൂട്ടാൻ വേണ്ടി മാത്രം നടക്കുകയാണല്ലോ. നിന്നെ അയ്യപ്പനെയും ചേർത്ത് എന്തൊക്കെയോ വൃത്തികേടുകള് അവരമ്മയുടെ നിന്ന് പറഞ്ഞു. ഗിരേട്ടാ, അവര് വെറുതെ ഓരോന്ന് പറയുന്നതാ. ഈ വിഷയം പറഞ്ഞ് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞിട്ടാ കുഞ്ഞാറ്റ ഇവിടുന്ന് പോയത്. ഈ നിമിഷം വരെ ഞാൻ അതിന്റെ ടെൻഷനിലായിരുന്നു. നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അല്ല, നമ്മളെ തമ്മിൽ അകറ്റാൻ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണകൾ ഉണ്ടായ പോരെ? പോരാ. പണ്ട് ഇവരൊക്കെ പറയുന്നത് ശരിയാണെന്ന് ചിന്തിക്കുന്ന ഒരു തെറ്റ് ഞാൻ ചെയ്തിരുന്നു. അതുകൊണ്ടുണ്ടാവുന്ന നഷ്ടം നമുക്ക് മാത്രമാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അവര് പറയുന്നത് കേട്ടപ്പോ ഞാൻ പോയി പണി നോക്കാൻ പറഞ്ഞു. ഗിരീൻ എന്നെ വിശ്വസിച്ച പോലെ അമ്മ എന്നെ വിശ്വസിക്കണമെന്നില്ലല്ലോ. ഈ കാര്യത്തില് അമ്മയും നിന്റെ ഭാഗത്ത്. അയ്യപ്പനെ അമ്മയ്ക്ക് നല്ല പരിചയമുണ്ട്. അവൻ അങ്ങനത്തെ ഒരുത്തനല്ലെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. എനിക്ക് ടെൻഷനൊന്നും ഇല്ല ഗിരിയേട്ടാ. ചേച്ചി ചുമ്മാ പറയാ ഗിരിയേട്ടാ. കുഞ്ഞാറ്റ വന്നു പോയതിനു ശേഷം ഇപ്പഴാ ചേച്ചിക്ക് ശ്വാസം നേരെ വീണത്. എന്തായാലും ഗിരിയേട്ടനിപ്പോ ചേച്ചി പറയുന്നത് വിശ്വസിക്കാൻ തുടങ്ങിയല്ലോ. സന്തോഷമായി. എനിക്കല്ലെങ്കിലും എന്റെ ഭാര്യ നല്ല വിശ്വാസമാണ്. പിന്നെ അതൊക്കെ ഞാൻ കുറെ കണ്ടതാ. എത്ര ദിവസം ഇങ്ങനെ പ്രശ്നങ്ങളില്ലാതെ പോകുന്ന നമുക്ക് നോക്കാം. നോക്കാം. ഇനി നമ്മൾ തമ്മില് ഒരു കുഴപ്പം ഉണ്ടാവില്ല. അല്ല ഗിരിയേട്ടാ, വക്കീൽ അവിടെ ഉണ്ടോ? ഇല്ല, അവനൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടി പോയതാ. പുള്ളിക്കാരന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പവും ഇല്ല. അല്ല, ഗിരിയേട്ടനെ വിശ്വസിച്ചിറങ്ങി തിരിച്ച ഒരാളല്ലേ. അപ്പോ അയാളുടെ സുരക്ഷ ഗിരിയേട്ടന് ഉത്തരവാദിത്വമല്ലേ? അതുകൊണ്ട് ചോദിച്ചതാ. ഓ, അവൻ ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ ഞാൻ തിരിച്ചെത്തിച്ചോളാമേ. അത് മതിയോ? അങ്ങനെ ചെയ്താ ഗൗരിയമ്മയ്ക്ക് സന്തോഷാവും. അല്ലാതെ എനിക്കെന്താ? ഓ ശരി ശരി, ഗുഡ് നൈറ്റ്. വക്കീലിനോട് എന്റെ അന്വേഷണം അറിയിച്ചേക്ക്. ആയിക്കോട്ടെ. നിന്നെ നിന്റെ ആൾ അന്വേഷിച്ചിട്ടുണ്ട്. എന്റെ ആളോ? മഹിമ. അനാവശ്യം പറയരുതേ. അത് ശരി. നിങ്ങൾ ഇങ്ങനെ അർത്ഥം വെച്ച് സംസാരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഞാനത് ചൂണ്ടിക്കാണിക്കുന്നതിലാണ് പ്രശ്നം. ശരി, നിങ്ങൾ തമ്മിൽ ഒന്നും ഇല്ലെന്നല്ലേ നീ പറയുന്നത്? അതെ. എന്നാ നമ്മൾ തിരിച്ച് വീട്ടിലെത്തുമ്പോ ആദ്യം തന്നെ നിന്റെ കയ്യിൽ അവളെ കൊണ്ടൊരു രാഖി കെട്ടിക്കും. അതാവുമ്പോ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് ഒരു വ്യക്തത വരും. അതൊന്നും ശരിയാവുന്നില്ല. അതെന്താ ശരിയാവാത്ത? നിനക്ക് അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ ഉദ്ദേശമില്ലെങ്കിൽ അവള് നിന്റെ കയ്യിൽ രാഖി കെട്ടുന്നോണ്ട് എന്താ കുഴപ്പം? അതൊന്നും വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. അതെന്താ? പിന്നെ രാഖി മറുപടി പറഞ്ഞിട്ട്